പ്രവാസികൾക്ക് കൂച്ചുവിലങ്ങിട്ട് വീണ്ടും വിമാനയാത്രാ നിരക്കുകൾ കുതിച്ചുയരുകയാണ്. ക്രിസ്മസ്, ന്യൂ ഇയർ ആഘോഷങ്ങൾ അടുത്തതോടുകൂടി വിമാനയാത്രയ്ക്കുള്ള തിരക്കും ഏറിയിട്ടുണ്ട്. അതായത് ക്രിസ്മസ്, പുതുവത്സര ആഘോഷങ്ങളിൽ പങ്കെടുക്കാനായി നാട്ടിൽ പോകാനിറങ്ങുന്ന ചെന്നൈ, ബാംഗ്ലൂരു മലയാളികൾക്കും ഇത് തിരിച്ചടിയായി മാറിയിരിക്കുകയാണ്. അന്താരാഷ്ട്ര വിമാന സർവീസുകൾക്കുപരി ആഭ്യന്തര വിമാനയാത്രകൾക്കും ടിക്കറ്റ് കുതിച്ചുയരുകയാണ്. ചെന്നൈ, ബംഗളൂരു മലയാളികൾക്ക് ഇത് വലിയ തിരിച്ചടിയാണ് നൽകിയിരിക്കുന്നത്. വിമാന കമ്പനികളും ടിക്കറ്റ് നിരക്ക് കുത്തനെ കൂട്ടിത്തുടങ്ങി. ഡിസംബർ 15-ന് ശേഷം നിലവിലുള്ളതിന്റെ ഇരട്ടിയായാണ് വിമാന കമ്പനികൾ നിരക്കുയർത്തിയിരിക്കുന്നത്. സ്വകാര്യ ബസ്സുകളിലെ വൻകൊള്ളയിൽ നിന്ന് ആശ്വാസം തേടി അവസാന നിമിഷം വിമാനമാർഗം യാത്രയ്ക്കൊരുങ്ങിയവർ നിരാശരായി. ബംഗളൂരു, കൊച്ചി റൂട്ടിൽ അടുത്ത വ്യാഴാഴ്ചയുള്ള ടിക്കറ്റ് നിരക്കാണിത്. 48,089 രൂപ നിരക്കിൽ 4-അംഗ കുടുംബത്തിന് നാട്ടിലെത്താൻ വേണ്ടത് 20,000 രൂപയിൽ താഴെ മാത്രം. എന്നാൽ ക്രിസ്മസ്, പുതുവത്സര ആഘോഷ നാളുകളിലാണ് യാത്രയെങ്കിൽ കീശ നല്ലോണം കാലിയാകും. ഇപ്പോഴത്തെ ബുക്കിംഗ് നിരക്ക് തുടങ്ങിയത് തന്നെ 9,889 രൂപ മുതലാണ്. അതായത് 4-അംഗ കുടുംബം മൊത്തം യാത്രാ ചെലവുകൾക്ക് മാത്രമായി 40,000 രൂപയെങ്കിലും കണ്ടെത്തണം. സ്വകാര്യ ബസ് കമ്പനികളെ പോലെ തന്നെ നിരക്ക് നോക്കി യാത്രക്കാരെ കൊള്ളയടിക്കുകയാണ് ഇപ്പോൾ വിമാന കമ്പനികളും. സമാന അവസ്ഥയാണ് ചെന്നൈയിൽ നിന്നുമുള്ള കേരളത്തിലെ വിവിധയിടങ്ങളിലേക്കുള്ള ടിക്കറ്റ് നിരക്കുകളും. ഉത്സവകാലം മുൻകൂട്ടി കണ്ട് ഇപ്പോഴേ ഇരട്ടി തുകയാണ് ബുക്കിംഗ് ആപ്പുകൾ ഈടാക്കുന്നത്. ഇത്തരത്തിൽ നിരക്കുകൾ തന്നെയായിരിക്കും പ്രവാസികളും നേരിടാൻ പോകുന്നത്. ഗൾഫിൽ നിന്നും നാട്ടിലേക്ക് എത്താനിരിക്കുന്ന പ്രവാസികളെ ഇനി കാത്തിരിക്കുന്നത് വിമാന കമ്പനികളുടെ വൻ കൊള്ള തന്നെ. ഉത്സവ സീസൺ അടുത്തതോടുകൂടി ഇതിനോടകം തന്നെ വിമാന നിരക്കുകൾ കുത്തനെ ഉയർത്തിയതായുള്ള റിപ്പോർട്ടുകൾ വന്നിരിക്കുകയാണ്. ഇതുമൂലം ആകെ ആശങ്കയിലായിരിക്കുകയാണ് പ്രവാസികൾ. അതേസമയം ഈ മാസം 20-ന് ആരംഭിക്കാനിരിക്കുന്ന ഫിഫ ലോകകപ്പ് മത്സരങ്ങൾ കാണാൻ കൂടുതൽ ഫുട്ബോൾ ആരാധകരെ സ്വാഗതം ചെയ്തിരിക്കുകയാണ് ഖത്തർ. ഫിഫ ലോകകപ്പിന്റെ ഫാൻ ഐഡിയായ ഹയ്യ കാർഡ് ഉള്ളവർക്ക് മത്സര ടിക്കറ്റ് ഇല്ലാത്ത 3 പേരെ ലോകകപ്പ് സമയത്ത് ഖത്തറിലേക്ക് അതിഥികളായി കൊണ്ടുവരാനാണ് അവസരം നൽകിയിരിക്കുന്നത്. അത് സുഹൃത്തോ കുടുംബാംഗമോ ആവാം. ഇതിനായി നിശ്ചിത ഫീസ് അടയ്ക്കണം. ഫിഫ ലോകകപ്പിന്റെ പ്രാദേശിക സംഘാടകരായ സുപ്രീം കമ്മിറ്റി ഫോർ ഡെലിവറി ആൻഡ് ലെഗസി ഡയറക്ടർ ജനറൽ എഞ്ചിനീയർ യാസിർ അൽ ജമാൽ അറിയിച്ചതാണ് ഇക്കാര്യം. ഖത്തർ ലോകകപ്പിന്റെ ഫാൻ ഐഡിയാണ് ഹയ്യ കാർഡ്. നവംബർ 1 മുതൽ ഖത്തറിലേക്ക് പ്രവേശിക്കാൻ ഹയ്യ കാർഡ് മാത്രം മതി. ലോകകപ്പ് മത്സര ടിക്കറ്റ് ഉള്ളവർക്ക് മാത്രമാണ് ഹയ്യ കാർഡ് അനുവദിക്കുന്നത്. അതായത് ടിക്കറ്റ് ഇല്ലാത്ത വിദേശികൾക്ക് ഈ കാലയളവിൽ ഖത്തറിലേക്ക് പ്രവേശിക്കാൻ കഴിയുമായിരുന്നില്ല. ഖത്തർ പ്രഖ്യാപിച്ച പുതിയ 1+3 പദ്ധതിയോടെ അതിനുള്ള അവസരമാണ് കൈവന്നിരിക്കുന്നത്. ഹയ്യ കാർഡുള്ളവർ ഖത്തറിൽ താമസക്കാരാണെങ്കിലും അല്ലെങ്കിലും 3 പേരെ കൂടി അതിഥികളായി രാജ്യത്തേക്ക് കൊണ്ടുവരാം. ഇങ്ങനെ ടിക്കറ്റ് ഇല്ലാതെ വരുന്നവർക്ക് നിശ്ചിത തുക ഫീസായി നൽകണം. നാമമാത്രമായ തുകയായിരിക്കും ഈടാക്കുക. എന്നാൽ 12 വയസ്സിൽ താഴെയുള്ള കുട്ടികളാണെങ്കിൽ അവർക്ക് ഫീസ് നൽകേണ്ടതില്ല. ടിക്കറ്റ് ഇല്ലാത്തതിനാൽ ലോകകപ്പ് മത്സരങ്ങൾ ഇവർക്ക് കാണാൻ കഴിയില്ലെങ്കിലും ഫാൻ സോണുകളിലേക്ക് പ്രവേശനം ലഭിക്കും. ഖത്തർ ലോകകപ്പ് ആഘോഷം കുടുംബാംഗങ്ങളുടെ കൂടി ഉത്സവമാക്കി മാറ്റുകയാണ് പുതിയ 1+3 പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.